ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പോൾ രാവിലെ നമ്മൾ ആരാധനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ആരാധന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭഗവാന് ദീപാരാധന നടക്കുമ്പോൾ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയും മറ്റ് അനേകം ദേവീദേവഗണങ്ങൾ ആ ആരാധനയിൽ വന്ന് പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ശംഖ് വിളിക്കും. ഇവിടെ ഒരു ശംഖുണ്ടായിരുന്നു, കാണാനില്ല. ശംഖ് ഇല്ലേ, കണ്ടിട്ടില്ലേ? ശംഖ് എടുത്തിട്ട് 3 പ്രാവശ്യമൊക്കെ വിളിക്കും. എന്തിനാണ് ഈ ശംഖ് വിളിക്കുന്നത്? സയൻസ് അനുസരിച്ച് ഈ ശബ്ദം കാറ്റിൽ കൂടെ യാത്ര ചെയ്യും, പ്രകാശം ഈത്തറിൽ കൂടെ യാത്ര ചെയ്യും. ദേവഗണങ്ങൾ ശംഖനാദത്തിൽ യാത്ര ചെയ്യും. ഭൂതപ്രേത പിശാചുക്കൾ ഈ വിസിൽ സൗണ്ടൊക്കെ ഇല്ലേ, കുട്ടികളൊക്കെ വിസിലടിക്കുമല്ലോ, അതിനെന്താ പറയുക? ശൂളം അടിക്കുക. ഓക്കെ, ഭൂതപ്രേത പിശാചുക്കൾ അതിൽ കൂടെ യാത്ര ചെയ്യും. ചില സമയം നമുക്ക് ചില ശബ്ദം ഇഷ്ടമല്ല. ചിലർക്കൊക്കെ ഈ കടലാസ് മടക്കിയിട്ട് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കിയ സൗണ്ട്, ആ സൗണ്ട് ചിലർക്ക് അലർജിയാണ്. ചിലർക്ക് ഈ പാത്രത്തിൽ സ്പൂണ് വെച്ച് ട്രക്ക് അങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ ചിലർക്ക് അലർജിയാണ്. ചിലർക്ക് ഈ ചെരുപ്പ് വരച്ച് നടക്കും, അങ്ങനെ കാലും തേച്ച്, അങ്ങനെ ചില ശബ്ദം ചിലർക്ക് അലർജിയാണ്. അങ്ങനെ ഉള്ളവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ചില സൗണ്ട് കേട്ടാലല്ല. ഏത് സൗണ്ടാണ്? പേപ്പറോ, കടലാസ്, പിന്നെ ഈ പാത്രത്തിൽ സ്പൂൺ വെച്ച് പിന്നെ വേറെ എന്ത് ശബ്ദ അലർജി? ചെരുപ്പ് വരയ്ക്കുന്നത് അലർജി. പിന്നെ ഞാൻ കഴിഞ്ഞ സത്സംഗത്തിൽ ചോദിച്ചപ്പോൾ ഒരു പ്രഭു പറഞ്ഞു, എനിക്കെൻ്റെ ഭാര്യ സംസാരിക്കുന്ന അലർജി. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ശബ്ദം അലർജിയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിലും ഈ വിസിൽ സൗണ്ടിൽ ഭൂതപ്രേത പിശാചുക്കൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ ശംഖനാദമില്ലേ, ശംഖനാദം, പിന്നെ ഉത്സവപ്പറമ്പിൽ മംഗള ചടങ്ങുകളിൽ സ്ത്രീകൾ ഈ കൊരവീടിൽ ഗുളു 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 സൗണ്ട് ഉണ്ടാക്കൂലേ, ഇതിലൊക്കെ ദേവഗണങ്ങൾ യാത്ര ചെയ്യും ഈ ശബ്ദത്തിൽ. അപ്പം അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ഈ ശംഖെടുത്ത് നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭഗവാന് ദീപാരാധന നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ദേവഗണങ്ങളും ഇവിടെ വന്ന് സന്നിഹിതരായിരിക്കണം എന്ന് അറിയിക്കുന്നതാണ് ഈ ശംഖനാദം. ഇങ്ങനെ അവിടെ ചെയ്യുന്ന ഓരോ ചടങ്ങിനും ഓരോ അർത്ഥമുണ്ടായിരിക്കും. അതേപോലെ ഈ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞാൽ പൂജാരി ഒരു വെള്ളിയിൽ ഒരു പാത്രം പോലെ, കുക്കർ പോലത്തെ ഒരു സാധനം നമ്മുടെ തലയിൽ വെച്ച് തരും. കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു ആചാരമില്ല. എന്താ പറയുക അതിന്? കുക്കറോ? ഒരു വെള്ളിയിൽ ഒരു പാത്രം ഇങ്ങനെ എല്ലാവരുടെ, എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ? തിരുപ്പതിയിൽ ചെയ്യും, ശ്രീരംഗം. 4-5 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മായപ്പൂരിൽ നരസിംഹസ്വാമിയുടെ ഫ്രണ്ടിൽ പോയാൽ ഷഠാരി, അതായത് അതിൻ്റെ മേലെ എന്താന്ന് വെച്ചാൽ ഭഗവാന്റെ പാദചിഹ്നം ഉണ്ടായിരിക്കും. ലക്ഷ്മി ദേവി ഒരു തവണ നാരായണൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, സദാസമയവും ഞാൻ ഇങ്ങനെ അങ്ങയുടെ പാദമമർത്തി സേവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ ആ പാദം എൻ്റെ തലയിൽ വയ്ക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. എവിടെയോ ഭരിക്കുന്ന അസുര ചക്രവർത്തിയായ മഹാബലിക്ക് ആ ഭാഗ്യം കിട്ടി. ഭഗവാന്റെ പാദം തലയിൽ ചുമക്കുന്ന ഭാഗ്യം ആർക്ക് കിട്ടി? എല്ലാവരും ഉറക്കത്തിലാണോ? അല്ല, മഹാബലിക്ക്.
ആ പാദം നിരന്തരമായി സേവിക്കുന്ന ലക്ഷ്മി ദേവിക്ക് പോലും കിട്ടിയില്ല, മഹാബലിക്ക് കിട്ടി. അപ്പോൾ മഹാബലിയുടെ അടുത്ത് എന്താ പ്രത്യേകതയുള്ളത്? അപ്പോൾ ഭഗവാൻ ലക്ഷ്മിയെടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ചപ്പോൾ മഹാബലിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പ്രാർത്ഥന? ഭഗവാനെ, ഈ സൗഭാഗ്യം എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ജീവജാലങ്ങൾക്കും ഇത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ലക്ഷ്മി, നീ എന്താ ചെയ്യുന്നത്? ഈ സേവനം ആർക്കും കൊടുക്കാതെ നീ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സേവനം? പാദ അമർത്തുക. കാരണം ലക്ഷ്മി ദേവി വിചാരിച്ചു, ഉള്ളത് 2 കാലല്ലേ ഉള്ളൂ, കൈ ഭഗവാന് 4 ഉണ്ടെങ്കിലും കാലെത്രയേ ഉള്ളൂ? 2. ഇത് 40 പേർക്ക് വിളിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ലക്ഷ്മി ദേവി ഈ സേവനം ആർക്കും പങ്കുവെക്കാതെ സ്വയം ഇത് ചെയ്തു. പക്ഷെ മഹാബലി എന്താ പ്രാർത്ഥിച്ചത്? ഭഗവാന്റെ പാദം എൻ്റെ ശിരസിൽ കിട്ടി, എനിക്ക് അതിനൊരു യോഗ്യതയും ഭാഗ്യവും ഇല്ല. കൃഷ്ണ, ഈ ഒരു ഭാഗ്യം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ലഭിക്കണം എന്ന് മഹാബലി പ്രാർത്ഥിച്ചു. ചിലപ്പോൾ ഭക്തന്മാരും അങ്ങനെയാണ്. ഒരു ഉണ്ണിയപ്പം കിട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, വായിലിട്ടാൽ. ഭഗവാന്റെ കൃപ ആർക്കും ആരെടുത്തും പങ്കുവയ്ക്കില്ല. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം, ഒരു സേവനം എന്തെങ്കിലും കിട്ടിയ ആരെടുത്തും പറയാതെ രഹസ്യമായിട്ട് അത് അനുഭവിക്കും. അവർ ലക്ഷ്മി ദേവിയെ പോലെ. പക്ഷേ കിട്ടിയത് 10 പേർക്കും കൂടെ കിട്ടണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്നവർ ആരെ പോലെ? മഹാബലി, ബലിചക്രവർത്തിയെ പോലെ. അപ്പോൾ മഹാബലി പ്രാർത്ഥിച്ചു, ഇത് എനിക്ക് മാത്രം അങ്ങയുടെ തൃപ്പാദങ്ങൾ എൻ്റെ ശിരസിൽ വയ്ക്കാനുള്ള ഭാഗ്യം കിട്ടി. ഭഗവാനെ, ഇത് പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അതിന് ശേഷമാണ് ക്ഷേത്രങ്ങളിൽ എന്ത് തരാൻ തുടങ്ങി? ആ ഷഠാരി എന്ന് പറയുന്നത്. അതിൽ ഭഗവാന്റെ പാദചിഹ്നം ഉണ്ടാകും. ആ ഷഠാരിയുടെ പുറത്ത് ഭഗവാന്റെ പാദം പൂജിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് തൊഴുകുന്നവർക്ക് എല്ലാവർക്കും പൂജാരിമാരെന്ത് ചെയ്യും? അത് അവരുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കും. അങ്ങനെ ഒരു അനുഗ്രഹം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 5 പേരേ ഉള്ളൂ, 6. ബാക്കിയുള്ളവരാരും ചെമ്പുച്ചിറവിട്ട് പുറത്തു പോയില്ലെന്ന് തോന്നുന്നു. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ചടങ്ങില്ല. തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്. പിന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ മായപ്പൂരിൽ നരസിംഹസ്വാമിയുടെ മുൻപേ ആ ഷഠാരി. അപ്പം ഷഠാരി വെക്കുക എന്ന് പറഞ്ഞാൽ മഹാബലി ചക്രവർത്തിയുടെ അനുഗ്രഹമാണ്, ഭഗവാന്റെ അനുഗ്രഹം അതിൽ കൂടെ. ഓരോന്നിനും ശംഖ്, ചാമരം, ഷഠാരി. ഇനി ധൂപം. ക്ഷേത്രത്തിൽ ധൂപം ഇടില്ല പൂജയ്ക്ക് മുമ്പേ. നമ്മുടെ ചന്ദൻ തിരി കാണിക്കും, ഇവിടെ ഉണ്ടോ? ചന്ദൻ തിരിയൊക്കെ കാണിക്കും, ധൂപമിടും, ഇതെല്ലാം ചെയ്യും. ഈ ധൂപം ആരാ? ധൂപം ഊർമിളയാണ്. ആരാണ് ഊർമിള? ദുർഗയാണ്. ശ്രീകൃഷ്ണൻ്റെ ഭാര്യ, ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള. അതായത് ശ്രീരാമചന്ദ്രമൂർത്തി 14 വർഷം വനവാസത്തിൽ പോയപ്പോൾ ലക്ഷ്മണൻ ഒരു മഹാതപസ്യ അനുഷ്ഠിച്ചു. എൻ്റെ സഹോദരൻ പ്രഭു സർവേശ്വരൻ ഭൂമിയിൽ നിലത്ത് കിടക്കേണ്ട ഒരവസ്ഥ, കാട്ടിൽ കിട്ടുന്ന പഴങ്ങളെ കഴിച്ച് തപസ്യരിക്കേണ്ട ഒരവസ്ഥ, ഞാൻ കൂടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനമെന്ന് വിചാരിച്ച് ലക്ഷ്മണൻ തീരുമാനിച്ചു 14 കൊല്ലവും വെള്ളം പോലും കുടിക്കില്ല. ഇവിടെ 3 ദിവസവും ഭാഗവതം നടക്കുന്നു. ഇപ്പം പെട്ടെന്ന് സംഘാടകർ പറയാം ഉച്ചയ്ക്ക് ഊണില്ല. എത്ര പേര് തിരിച്ചു പോകും? ഞാൻ ഫസ്റ്റ് പോകും വീട്ടിലേക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ തൃശ്ശൂരിലേക്കാണ് വരുന്നത്, വെള്ളം തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഫാൻ ആദ്യം തരണം. മനസ്സിലായില്ലേ? പിന്നെ ദിവസം ഐസ്ക്രീം തരണം. എത്ര പേർക്ക് ഐസ്ക്രീം വേണം ഡെയിലി? ആർക്കും വേണ്ടേ? ആർക്കും ഐസ്ക്രീം ഇഷ്ടമല്ല? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമല്ല, കിട്ടിയാൽ കഴിക്കും. അപ്പോൾ ലക്ഷ്മണൻ വിചാരിച്ചു ഭഗവാൻ പോലും വ്രതമിരിക്കുക, തപസ്യരിക്കുക, ഞാൻ എന്ത് ചെയ്യട്ടെ? അതുകൊണ്ട് 14 കൊല്ലവും ലക്ഷ്മണൻ വെള്ളം പോലും കുടിക്കാതെ തപസ്യ അനുഷ്ഠിച്ചു. ഇത് ശ്രീരാമചന്ദ്രമൂർത്തി പോലും അറിഞ്ഞില്ല. ഇത്രയും വലിയ തപസ്യ ചെയ്യുന്നത് ഇനിയൊരാൾ അറിഞ്ഞില്ല. നമ്മൾ ചെയ്യുന്ന ത്യാഗം അത് മറ്റുള്ളവരെ അറിയിക്കാതെ ചെയ്താൽ അത് ത്യാഗം, അറിയിച്ച് ചെയ്താൽ പരസ്യം. ഇപ്പം എന്തെങ്കിലും ഒരു കാരണം വന്നാൽ വിളിച്ചോ, ഓ എന്നെക്കുറിച്ചൊക്കെ ഇവിടെ ആരാ അന്വേഷിക്കുന്നത്,
ഉണ്ടാ ചത്താന്ന് പോലും ചോദിക്കാറില്ല. ഞാൻ 4 ദിവസമായി അറിയാമോ കഴിച്ചിട്ട്, 3 ദിവസമായി രാവിലെ കഴിക്കാതെയാണ് ഇവിടെ വന്നത്, എന്നിട്ടാ ഒന്നും തന്നുമില്ല. ഇത് ത്യാഗമാണോ പരസ്യമാണോ? മഹാഭാരതത്തിൽ കർണൻ്റെ ഒരു കഥയുണ്ട്. കർണൻ പറയും, വലത് കൈ കൊടുക്കുന്നത് ആരറിയാൻ പാടില്ല? ഇടത് കൈ അറിയാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ, തപസ്യകൾ ഇതൊന്നും അറിയിക്കാതെ ചെയ്യണം. അറിയിച്ചു കഴിഞ്ഞാൽ അത് പരസ്യമാണ്. ഇത് വന്നിട്ട് വിതുരരാ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് വിതുരർ ഒരു ദിവസം ഹിമാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവിടെ വളരെ സുഖത്തോട് ധൃതരാഷ്ട്രർ കഴിയുന്നു. ധൃതരാഷ്ട്ര ആരാ? 100 മക്കളുടെ അച്ഛൻ. വിതുരർ ചോദിച്ചു, ധൃതരാഷ്ട്ര കൊട്ടാരത്തിൽ എന്താ ചെയ്യുന്നത്? ധൃതരാഷ്ട്ര പറഞ്ഞു, ഓ, ദുര്യോധനനേക്കാളും നല്ല രീതിക്കാണ് യുധിഷ്ഠിരൻ എന്നെ നോക്കുന്നത്. സമയാസമയത്തിന് ആഹാരം, ജോലിക്ക് 100 ദാസന്മാരും ദാസിമാരും, നല്ല കൊട്ടാരവും പാലസും എല്ലാം ഉണ്ട്. എൻ്റെ മകൻ ദുര്യോധനനേക്കാളും നന്നായിട്ടാണ് യുധിഷ്ഠിരൻ നോക്കുന്നത്. വിതുരർക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കാരണം 50 കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സ്വമേധയായി റിട്ടയർമെൻ്റ് എടുക്കണം, വിരാമം വേണം. 50 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീടും സമ്പത്തും എല്ലാം കെട്ടിപ്പിടിച്ചിട്ട് ആർക്കും കൊടുക്കാതെ മക്കൾക്കെല്ലാം കൊടുത്തിട്ട് പതുക്കെ അതിലിരുന്ന് ഒരു പടി മാറണം. 50 വയസ്സ് കഴിഞ്ഞവർ ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? എത്ര പേര് റിട്ടയറായി? 2-3 പേർ മാത്രമേ റിട്ടയർ ആയിട്ടുള്ളൂ അല്ലേ? 5 വർഷം വനം പ്രചേത്, 50 അടിച്ചാൽ കാട്ടി പോകണമെന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്തു? വിതുരർ വന്ന് ചോദിക്കാ, ധൃതരാഷ്ട്രർ എടുത്തിട്ട്, ഇനിയും ഇങ്ങനെ ഇതെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. 100 മക്കൾ കൺമുമ്പേ മരിച്ചത് കണ്ടിട്ടും ആ ത്യാഗമനോഭാവം വന്നിട്ടില്ലല്ലോ. ഇനിയും സമ്പത്ത് വേണം, പണം വേണം, ഐശ്വര്യം വേണം, സുഖം വേണം എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. ഭീമൻ കഴിച്ചിട്ട് എറിയുന്ന എച്ചിലാണ് അങ്ങ് കഴിയുന്നത്. എത്ര വലിയ വാക്ക്! ആരെടുത്താ പറയുന്നത്? രാജാവ് ധൃതരാഷ്ട്രടുത്ത് പറയാം, ഭീമൻ കഴിച്ചിട്ട് കളയുന്ന എച്ചിലാണ് അങ്ങ് കളയുന്നത് എന്നൊക്കെ കടുത്ത വാക്കുകൾ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അർജുനൻ ഓടി വരിക. വന്നിട്ട് യുധിഷ്ഠിരടുത്ത് പറയുന്നു, സഹോദര, അമ്മയെ കുന്തിദേവിയെ കാണാനില്ല, ഗാന്ധാരിയെ കാണാനില്ല, നമ്മുടെ വലിയച്ഛൻ ധൃതരാഷ്ട്രയെ കാണാനില്ല. യുധിഷ്ഠിരൻ ചോദിച്ചു, കൊട്ടാരത്തിൽ വിതുരരുണ്ടോ? വിതുരരെയും കാണാനില്ല. അപ്പം യുധിഷ്ഠിരന് മനസ്സിലായി, 3 പേരെയും വിതുരർ വിളിച്ചുകൊണ്ട് വടക്കോട്ട് പോയി. വടക്കോട്ടെന്ന് പറഞ്ഞാൽ ബദ്രികാശ്രമം. ബദ്രികാശ്രമത്തിൽ പോയാൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ വേണം പോകാൻ. എവിടെ പോയണം? ബദ്രിനാഥിൽ. ബദ്രിനാഥ് പോയവരുണ്ടോ? ഇല്ല, പോയി ഒരാൾ മാത്രമേ ഉള്ളൂ. ബദ്രിനാഥിൽ പോയാൽ എന്തെടുക്കാൻ പാടില്ല? റിട്ടേൺ ടിക്കറ്റ്. അഥവാ പോയാൽ അങ്ങനെ തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശമാണ്. പക്ഷേ ഇപ്പോൾ ടൂർ പോകുന്നവരൊക്കെ എന്ത് ചെയ്യും? അവിടെ വിളിച്ച് വെസ്റ്റേൺ ടോയ്ലറ്റ് ഉണ്ടോ, AC റൂമുണ്ടോ, എല്ലാ സൗകര്യം അന്വേഷിച്ചിട്ടാണ്. അപ്പോൾ യുധിഷ്ഠിരർ ചോദിച്ചു അർജുനൻ്റെ അടുത്ത്, കൊട്ടാരത്തിൽ വിതുരരുണ്ടോ? വിതുരരില്ല. വിതുരരില്ലെങ്കിൽ അവർ 3 പേരെയും അദ്ദേഹം ത്യാഗത്തിനായി വിളിച്ചുകൊണ്ട് പോയിരിക്കും. അന്വേഷിക്കേണ്ട, അല്ല, വയസ്സായ അമ്മമാരാ പോയിരിക്കുന്നത്, അവരെ ശരീര സൗകര്യമില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, അർജുന, നീ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. 50 വയസ്സ് കഴിഞ്ഞ് വടക്കോട്ട് യാത്ര ചെയ്താൽ പൂർണ്ണമായി അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു പോയതാണ്. അതുകൊണ്ട് ത്യാഗം ചെയ്യുമ്പോൾ അറിയിക്കാതെ ചെയ്യണം. അതാണ് യഥാർത്ഥ തപസ്യ. 10 പേര് അറിഞ്ഞ് ചെയ്താൽ അത് ത്യാഗമല്ല, അത് പരസ്യമാണ്. അതേപോലെ ഒരു ദിവസം യുധിഷ്ഠിരർ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഓടി വരാണ് അർജുനൻ. നെഞ്ചിലടിച്ച്, തലയിലടിച്ച്, മാറിലടിച്ച് ഓടി വരുന്നു. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകം വിട്ട് തിരിച്ചു സ്വധാമത്തിൽ, ഭഗവാന്റെ ഗോലോകധാമത്തിൽ തിരിച്ചുപോയി. അത് കേട്ട നിമിഷം യുധിഷ്ഠിരൻ മൗനിയായി. അതിനുശേഷം സംഭാഷണമില്ല. തൻ്റെ 5 ഇന്ദ്രിയങ്ങളും എല്ലാം നിയന്ത്രിച്ചു മൗനിയായി സിംഹാസനത്തിൽ ഇരുന്ന് ഇറങ്ങി നേരെ നടക്കാൻ തുടങ്ങി. ഉടനെ കൂടെ ഇരുന്ന സഹോദരന്മാർക്ക് മനസ്സിലായി, പോവാണ്, ത്യാഗം, അവസാനത്തെ യാത്ര,
വിളിച്ചറിയിക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ആ പൈസ നീ എടുത്തോ, വീട് നീ എടുത്തോ, ഒരു അറിയിപ്പുമില്ലാതെ യുധിഷ്ഠിർ പോയി. അപ്പം ത്യാഗം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അറിയിക്കാൻ പാടില്ല. 14 വർഷം ലക്ഷ്മണൻ രാമൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 14 വർഷം ജലപാനം ചെയ്തിട്ടില്ല. പക്ഷെ കൂടെ ഇരുന്ന് ആരുമേ അറിഞ്ഞില്ല. അപ്പോൾ പിന്നീട് ആ ശ്രീരാമചന്ദ്രമൂർത്തി അറിയുന്നത്. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി തിരിച്ച് രാവണനെ വധിച്ച് അയോധ്യ വന്ന് രാമപട്ടാഭിഷേകം നടന്നതിന് ശേഷം ഓരോരുത്തരുടെ പേരും പറഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി നന്ദി അറിയിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കിയവനെ പോലും മറക്കാം, നമ്മളെ സഹായിച്ചവരെ മറക്കാനേ പാടില്ല. നമ്മളെന്താ ചെയ്യുക? നേരെ തിരിച്ച് സഹായിച്ചവരെല്ലാം മറക്കും. നമുക്കൊരു വേദന തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മൾ മറക്കില്ല. ഇവിടെ ഒരു നല്ല പരിപാടി നടക്കുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എല്ലാവർക്കും സദ്യ ഉണ്ട്, പായസമുണ്ട്, ഐസ്ക്രീമുണ്ട്, എല്ലാം ഉണ്ട്. തിരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ കാല് തെന്നി നിലത്തോ വീണു വന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഭാഗവതം പരിപാടിക്ക് പോയല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ എന്ത് പറയും? പായസം കഴിച്ചത് പറയോ, ഐസ്ക്രീം തിന്നത് പറയോ, അല്ല അവിടെ സംസാരിച്ചത് കേട്ടത് പറയോ, അല്ല താഴെ വീണത് പറയോ? എന്ത് പറയും? പായസം കഴിച്ചതാ, താഴെ വീണതേ പറയുള്ളൂ നമ്മളെല്ലാം. അത്ര നന്മകളെയും മറന്നിട്ട് ഒരു വേദനയെ ഓർമ്മിച്ച് വെച്ചിരിക്കും. ജീവിതകാലം മുഴുവനും നമ്മളെ സഹായിച്ച ആൾക്കാരെ എല്ലാം മറന്നിട്ട് അവരുടെ വായിലിരുന്ന് വീണ ഒരു വാക്ക്, 2 വാക്കിനെ തൂങ്ങിപ്പിടിച്ച് വഴക്കുണ്ടാക്കും. അങ്ങനെ ചെയ്ത അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? നന്മകളെല്ലാം മറന്നിട്ട് 1-2 വാക്കുകളിൽ പിടിച്ച് വഴക്കുണ്ടാക്കിയ ആൾക്കാർ ആരുമില്ല. ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വൈകുണ്ഠത്തിൽ നിന്ന് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ഹൃദയം അങ്ങനെയാ, കൽമഷങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയമാണ്. കുറ്റങ്ങളെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഹൃദയമാണ്. ഉദാഹരണം, ഇപ്പുറത്ത് വീട്, 2 വീടുണ്ടെന്ന് വെച്ചോളൂ. ഇപ്പുറത്ത് വീട്ടിൽ ഒരാൾക്ക് ബാങ്ക് മാനേജറായി പ്രൊമോഷൻ കിട്ടി. അദ്ദേഹം വന്നു, ലഡ്ഡു കൊടുത്തു, നമുക്ക് എല്ലാം കൊടുത്തു, സന്തോഷം പങ്കുവെച്ചു. ഇപ്പുറത്ത് വീട്ടിലുള്ള ഒരു പെൺകുട്ടി ആരുടെ കൂടെ ഓടിപ്പോയി. ഈ 2 വിഷയത്തിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിഷയം ഏതാണ്? ഇപ്പുറത്ത് വീട്ടിലെ ആൾ ബാങ്ക് മാനേജറായതോ ഇപ്പുറത്ത് വീട്ടുകുട്ടി ഒളിച്ചോടിയതോ? ഏത് വിഷയമായിരിക്കും നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുക? കൈതൂക്ക് ആരാ പറഞ്ഞത്? ഒളിച്ചോടിയതാണ് നിനക്കിഷ്ടം? അപ്പോൾ നോക്ക്, നമ്മുടെ ഹൃദയം നോക്കിക്കോളൂ. നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും ദോഷങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് സംസാരിക്കുമാണ് ഇഷ്ടം. അപ്പം നമ്മളെല്ലാവരും രാവണനാണോ ശ്രീരാമനാണോ? ഉറക്കെ പറയൂ. രാവണൻ. 10 തലയല്ല ഉള്ളിയുള്ള 100 തലയുള്ള രാവണന്മാരകത്തുള്ളത്. അപ്പോൾ രാമന, അതെ, നീ ഒളിച്ചോടിയതല്ലേ പറഞ്ഞത്? എല്ലാവരുടെ ഉള്ളിലും ഒരു രാവണൻ, കൽമഷങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു രാക്ഷസൻ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ആധ്യാത്മികതയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അഴുക്കുകൾ, വേണ്ടാത്ത കളങ്കങ്ങളെ മാറ്റി നന്മയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഒരു പ്രത്യേകത, 14 വർഷം തിരിച്ച് അയോധ്യയിലേക്ക് വന്ന് പട്ടാഭിഷേകം നടന്നപ്പോൾ ഓരോരുത്തർ ചെയ്ത നന്മയും ഓർത്തവർക്കെല്ലാം ശ്രീരാമചന്ദ്രമൂർത്തി നന്ദി പറയാം. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങളറിഞ്ഞോ, 14 കൊല്ലം ലക്ഷ്മണൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. വാനരന്മാർക്ക് വിശ്വാസമില്ല. അതെന്താ? ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ ഇരുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം എടുക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ, കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ? അപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, അതേ സത്യമാണ്, ലക്ഷ്മണൻ ഒന്നും കഴിച്ചില്ല. എന്ത് ചെയ്യും? എല്ലാവരുടെ കൂട്ടത്തിൽ ഇരിക്കും, എല്ലാവരും ഭക്ഷണം എടുക്കുമ്പോൾ ലക്ഷ്മണനും ഭക്ഷണം എടുക്കും. പക്ഷെ എന്ത് ചെയ്യും? ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഈ മരപ്പൊന്തിൽ കൊണ്ടുപോയി അതിനെ ഇട്ടേക്കും. അങ്ങനെ ഇത് തെളിയിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രമൂർത്തി വനദേവതയെ ക്ഷണിച്ചു വരുത്തി. വനദേവതയെടുത്ത് ചോദിച്ചു, ശരിയാണോ ലക്ഷ്മണൻ 14 വർഷം ഭക്ഷണം കഴിച്ചില്ലെന്ന് പറയുന്നത് സത്യമാണോ? വനദേവത പറഞ്ഞു, അതെ സത്യമാണ്. 14 കൊല്ലവും കിട്ടിയ ഭക്ഷണത്തിനെ അദ്ദേഹം എന്ത് ചെയ്യും? മരപ്പൊന്തുകളിൽ എറിയുമായിരുന്നു, കഴിച്ചിട്ടില്ല. 6 ദിവസം മാത്രം ഇട്ടില്ല. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണൻ്റെ അടുത്ത് ചോദിച്ചു, ആഹാ, അപ്പോൾ 6 ദിവസം നീ കഴിച്ചല്ലേ? അപ്പോൾ ലക്ഷ്മണൻ കുനിഞ്ഞ തല നീ ഉയർത്താതെ വിനയത്തോട് പറഞ്ഞു, പ്രഭു 6 ദിവസം അങ്ങ് ഭക്ഷണം തന്നില്ല. ഏതൊക്കെയാ 6 ദിവസം? അച്ഛൻ്റെ
അന്ത്യേഷ്ടിക്രിയ അവസാനത്തെ കർമ്മം നടന്ന ദിവസം, അച്ഛൻ ദശരഥൻ മരിച്ചുപോയി എന്ന് അറിഞ്ഞ ദിവസം, ഇങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ അന്ന് ഭക്ഷണം കഴിച്ചില്ല, തന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞ്, ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞ് പറഞ്ഞു, ലക്ഷ്മണ, ഇത്രയും മഹത്തായ ത്യാഗം ചെയ്ത് നിന്നെ ഞാൻ പുകഴ്ത്തിയതേ, നിന്നെ പ്രശംസിച്ചതേ ഇല്ല. കാവൽക്കാരന്മാരെ, എനിക്ക് തുല്യമായി ഇനിയൊരു സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് ഇടൂ. ഇവിടെ ലക്ഷ്മണനെയും ഊർമിളയെയും പിടിച്ചിരുത്തൂ. അവരെ എനിക്ക് ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി ഊർമിള സംസാരിച്ചു. വളരെ ചെറിയ ശബ്ദത്തിൽ, കേൾക്കുന്ന ഏവരുടെയും ഹൃദയം പിടിച്ചു വലിക്കുന്ന, ആകർഷിക്കുന്ന ശബ്ദത്തിൽ ഊർമിള പറഞ്ഞു, പ്രഭോ, എനിക്ക് ആരുടെയും മുന്നേ വരാൻ താല്പര്യമില്ല. ഞാൻ ചെയ്തു എന്ന് കൊട്ടിഘോഷിക്കാനും എനിക്ക് ആഗ്രഹമില്ല. നമ്മൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ, ഇന്നലെ രാത്രിയൊക്കെ ഉറങ്ങാതെ സ്റ്റേജൊക്കെ ഞാനാ സെറ്റ് ചെയ്തത്. വിളക്ക് അവിടെ ഇരുന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ഇരുന്ന് വീട്ടിൽ നിന്ന് വിളക്ക് കൊണ്ടുവന്ന് ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് തേച്ച് വൃത്തിയാക്കി. ഇല്ലേ, നമ്മളങ്ങനെയൊക്കെ പറയല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടി ആ പപ്പടമൊക്കെ പൊരിച്ചത്. വലിയ പറയും. അപ്പോൾ ഊർമിള പറഞ്ഞത്, എനിക്ക് ഇഷ്ടമേ ഇല്ല, എന്നെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അതേസമയം എനിക്ക് അങ്ങയുടെ സേവനങ്ങൾ ചെയ്യണം. സേവനം വിട്ട് മാറി നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നെ ആരും ശ്രദ്ധിക്കരുത്. അതുകൊണ്ട് അങ്ങയുടെ പൂജയിൽ എന്നെ ധൂപമായി അനുഗ്രഹിക്കുക. അന്നു മുതൽ ഊർമിള ഭഗവാന്റെ പൂജയിൽ എന്തായി മാറി? ധൂപമായി മാറി. കാരണം ഇത് പുകയായി വന്ന് പിന്നെ കാണാതെ പോവും, ആർക്കും കാണാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങളും, ശംഖിനൊരു കഥ, ഷഡാരിക്കൊരു കഥ, മറ്റേ ധൂപത്ത്, ഇങ്ങനെ ഓരോന്നും. അവസാനം പൂജയിൽ ചാമരം വീശും. അത് കണ്ടിട്ടുണ്ടോ? വെഞ്ചാമരം വീശും. ഈ ചാമരം ഏതാ? ഹിമാലയത്തിലുള്ള പശുക്കളുടെ രോമം. ചമരി എന്ന് പശുവിൻ്റെ രോമമാണ്. ഒരു കാലത്ത് ബദ്രികാശ്രമം, ബദ്രിനാഥ് ക്ഷേത്രം ബുദ്ധസന്യാസികളുടെ കയ്യിൽ, തൂലിംഗമഠം ബുദ്ധസന്യാസികളുടെ കയ്യിൽ പോയി. ആ കാലഘട്ടത്ത് ബുദ്ധസന്യാസികൾ മത്സ്യമാംസാദി ഭക്ഷണം കഴിക്കുമായിരുന്നു. എനിക്കറിയാം, ചെമ്പുച്ചിറയിൽ ആരും തന്നെ മത്സ്യമാംസ ഭക്ഷണം കഴിക്കാറില്ല എന്നെനിക്കറിയാം. കഴിക്കുന്നുണ്ടോ? ഈ വേദിയിൽ എത്ര പേരാണ് പൂർണ്ണമായ സസ്യവുക്ക്? ഏകദേശം പകുതിക്ക് കൂടുതൽ. കുറച്ച് പേരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ആത്മീയതയിൽ ഭഗവാന്റെ കൃപ വേണം എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. കേരളത്തിന് ഒരു ശാപമാണ്. 98% മലയാളികളും മത്സ്യം കഴിക്കും. ബാക്കി 2% കോഴി കഴിക്കും. ചുരുക്കത്തിൽ എല്ലാവരും കഴിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കില്ല എന്ന് ഭഗവാൻ പറയുകയാണ്. ചോര പടിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഈ തൂലിംഗമഠത്തിൽ ബുദ്ധസന്യാസിമാരെല്ലാം മത്സ്യമാംസാദികൾ കഴിക്കുമായിരുന്നു. അത് ബദ്രിനാഥിനെ ഇഷ്ടമല്ല. ബദ്രിനാരായണൻ ഒരു ദിവസം ശ്രീകോവിലിരുന്ന് അങ്ങ് ഓടിപ്പോയി. വന്ന് പൂജാരിമാർ അമ്പലം തുറന്ന് നോക്കിയപ്പോൾ ദൈവത്തിനെ കാണാനില്ല. ഭഗവാൻ നേരെ പശുത്തൊഴുത്തിൽ ചെന്ന് ഈ ചമരിപ്പശുവിന് വലിയ രോമമാണ്. കാരണം അവിടുത്തെ തണുപ്പ് കാരണം ആ പശുവിൻ്റെ രോമങ്ങളുടെ ഇടയിൽ കയറി ഒളിച്ചിരുന്നു. സന്യാസിമാർ കുറേ എല്ലാം അന്വേഷിച്ച് കിട്ടാതെ വന്നപ്പോൾ അവർ ഉപേക്ഷിച്ചിട്ട് പോയി. ബദ്രിനാരായണ സ്വാമി ചമരിപ്പശുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെയ്തത് വലിയ സേവനമാണ്, എന്നെ നീ രക്ഷിച്ചു. അല്ലെങ്കിൽ ഈ മത്സ്യമാംസം കഴിക്കുന്നവർ ചോര പടിഞ്ഞ കൈകളിൽ എന്നെ പൂജിക്കും, എനിക്കത് ഇഷ്ടമല്ല. ഭാഗവതത്തിൽ ഒരു ഒരു അസുരനുണ്ട്, അല്ലെങ്കിൽ ഒരു ആരാണ്, ഇവൻ്റെ സുഹൃത്താണ്, പേര് മറന്നുപോയി, അഫ്ഗാനിസ്ഥാനിലിരുന്ന് വന്ന ആൾ, ആ ശത്രുവിൻ്റെ പേര് മറന്നുപോയി, ജരാസന്ധൻ്റെ സുഹൃത്ത് കാലയവനൻ. ഭാഗവതത്തിലൊരു കഥ, ഈ പേര് കേട്ടിട്ടുണ്ടോ? കാലയവനൻ. എല്ലാ അസുരന്മാരെയും കൃഷ്ണ ഭഗവാൻ കൈകൊണ്ട് കൊന്നു. കംസനെ കൈകൊണ്ട് കൊന്നു, ജരാസന്ധനെ കൊന്നു, ശിശുപാലനെ കൊന്നു, ദണ്ഡവക്രനെ, എല്ലാവരെയും കൊന്നു. ഈ കാലയവനെ മാത്രം കൊന്നില്ല. എന്തുകൊണ്ടാണ്? കാലയവനൻ ഗോമാംസം കഴിക്കുന്ന, പശുവിനെ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവനെ തൊടുന്നത് പോലും പാവമാണെന്ന് പറഞ്ഞിട്ട് കാലയവനൻ ഭഗവാനെ കൊല്ലാൻ വന്ന സമയത്ത് ഭയന്നു ഓടിയതുപോലെ ഭഗവാൻ അവിടെ നിന്ന് ഒളിച്ചു ഓടി. അതുകൊണ്ട് ഭഗവാന് രണച്ചോർ എന്ന പേരും കിട്ടി. രണച്ചോർ, രണഭൂമിയിലിരുന്ന് പേടിച്ചു ഓടിയവൻ എന്ന പേരും കിട്ടി. ഭഗവാൻ ഭയന്നോടിയതല്ല.
ഇവൻ പശുക്കളെ തിന്നുന്ന ഒരാളാണ്, ഇവനെ തൊടുന്നത് പോലും പാപമാണ് എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പശുക്കളെ വെട്ടി തിന്നാറുണ്ട്. 7 അമ്മമാരിൽ ഒരു അമ്മയാണ് പശു. ആ പശുവിനെ വെട്ടി തിന്നാൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ശാന്തി സമാധാനം ഉണ്ടാവോ? എൻ്റെ അച്ഛന് വയസ്സ് 80 ഇപ്പോൾ സംസാരിക്കാറില്ല, ചെവി കേൾക്കത്തില്ല, കണ്ണ് കാണത്തില്ല, മൂലയ്ക്കിരിക്കുകയാണ്, വേസ്റ്റാണ്. വെട്ടി തിന്നാൻ പറ്റുമോ നമുക്ക്? രാക്ഷസന്മാരായിപ്പോ, മഹാപാപം. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി, അപ്പോൾ അങ്ങനെ ഭഗവാൻ പോലും ആ കാളയവനെ കൊല്ലാൻ തയ്യാറായില്ല. ഗോമാംസം കഴിക്കുക, മത്സ്യമാംസാദികൾ കഴിക്കുക, അത് ഭഗവാന് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാർ പൂജിക്കുന്ന ആ പൂജയും ഭഗവാൻ ഏൽക്കത്തില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ചമരിപ്പശുവിൻ്റെ രോമത്തിനകത്ത് കയറി ഒളിച്ചിരുന്നു. ആ ചമരിപ്പശുവിനെ അനുഗ്രഹിച്ചു. നിന്റെ രോമം കൊണ്ട് ഇനി ചാമരമുണ്ടാക്കി വീശിയാലേ എൻ്റെ പൂജ പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം എന്ത് ചെയ്യും? വെഞ്ചാമരം കൊണ്ട് വീശും. ഗുരുവായൂരിലൊക്കെ കണ്ടില്ല, ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ നല്ല മനോഹരമായി. അത് ഇഷ്ടമാണ് ഭഗവാൻ. അപ്പം ചടങ്ങിൽ നടക്കുന്ന ഓരോ കാര്യവും ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യം. കാരണം ഓരോരുത്തർ ചെയ്ത ത്യാഗമാണ് ആ പൂജയിൽ അവിടെ വരുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പിതൃക്കളെ പൂജിക്കാൻ പാടില്ല. അവരെ ഓർമ്മയ്ക്കായി ചിത്രങ്ങൾ വയ്ക്കാം, മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ചിത്രമൊക്കെ വീട്ടിൽ വയ്ക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ പൂജിക്കാൻ പാടില്ല. ആരെ പൂജിക്കണമെന്ന് വേദങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ദേവഗണങ്ങളെ പൂജിക്കാം, സാത്വികമാണ്, പക്ഷെ നിർബന്ധമില്ല. കാരണം ഭാഗവതത്തിൽ ഭഗവാൻ നന്ദഗോപരെടുത്ത് പറഞ്ഞു, ഇന്ദ്രനെ പോലും പൂജിക്കേണ്ട ആവശ്യമില്ല എന്നാ പറഞ്ഞത്. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरे. सीताराम लक्ष्मण हनुमान की. സൗണ്ട് ഒന്നും പോരാ. सीताराम लक्ष्मण हनुमान की. ഓക്കെ. അപ്പോൾ ദേവഗണങ്ങൾ പോലും ഭഗവാനെ പൂജിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ഗീതാ മഹാത്മ്യം ഇവിടെ പലർക്കും അറിയാമായിരിക്കാം. പാർത്ഥായ പ്രതിബോധിതാം അല്ലേ, ശ്ലോകം ഒരുപാട് പേർക്കറിയാം. അതിലൊരു ശ്ലോകമുണ്ട്, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ ശങ്കപാഠ ക്രമോപനിഷദൈ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ
പശ്യന്തിയം യോഗിനോ യസ്യൈതാം ന വിദുസുര അസുരഗണ ദേവായ തസ്മൈ നമഃ. കേട്ടിട്ടുണ്ടോ? യം ബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്ര മരുത്ത്, ഈ ദേവഗണങ്ങളെല്ലാം കൃഷ്ണ അങ്ങനെയാണ് പൂജിക്കുന്നത്. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുതഃ സ്തുന്വന്തി ദിവ്യൈ സ്തവൈ, ദിവ്യമായ സ്തുതികൾ കൊണ്ട് അങ്ങയെ സ്തുതിക്കുകയാണ്. വേദൈ ശങ്കപാഠ ക്രമ ഉപനിഷദൈർ ഗായന്തിയം സാമക, വേദങ്ങളും പ്രത്യേകിച്ച് സാമവേദവും ഉപനിഷത്തുകളും എല്ലാം അങ്ങയെ സ്തുതിക്കുന്നത്. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ, യോഗിമാർ ഹൃദയത്തിൽ കൂടെ അങ്ങേയാ ധ്യാനിക്കുന്നത്. സുര അസുരഗണ ദേവായ തസ്മൈ നമഃ, സുരന്മാരും അസുരന്മാരും അങ്ങേയാണ് പൂജിക്കുന്നത്. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. തിരുപ്പതി പോയിട്ടുണ്ടോ? എത്ര പേര് തിരുപ്പതി പോയിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. എത്ര പേര് തിരുപ്പതി പോയിട്ടില്ല? ജീവിതത്തിൽ 50% വേസ്റ്റാണ്. ഇതൊക്കെ കാണേണ്ടതാണ് നമ്മുടെ ലൈഫിൽ. അവിടെ സുപ്രഭാതം പാടും, കേട്ടിട്ടുണ്ടാവും അല്ലേ? കൗസല്യ സുപ്രജാപൂർവ എന്താണ് രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർത്തൂല കർത്തവ്യം ദൈവമാനികം മാതാ സമസ്ത ജഗതാ മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ. നല്ല രസമാണ് കേൾക്കാൻ. ഇത് ഭഗവാനെ ഉണർത്താൻ വേണ്ടി ദേവഗണങ്ങൾ പാടുന്ന പാട്ടാണ്. ഞാനൊരു ഭക്തൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അലാം ക്ലോക്കിൻ്റെ പാട്ട് ഇതാണ്. ഇപ്പം ഇദ്ദേഹം 5 മണിയാകുമ്പോൾ ഇദ്ദേഹത്തിനെ ഉണർത്താൻ അത് പാടും. കൗസല്യ സുപ്ര, അത് നമ്മളെ ഉണർത്താനുള്ള പാട്ടല്ല. ആരെ ഉണർത്താനുള്ളതാ? ഭഗവാനെ ഉണർത്താനുള്ള പാട്ടാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്നില്ല. പിന്നെ എന്തിനാ ഉണർത്തുന്നത്? ഇല്ലേ? അതായത് ഒരു ആണിന് സാമുദ്രിക ലക്ഷണം പറയുന്നു, പുരുഷന്മാർക്ക് 70 വ്യത്യസ്തമായ സ്റ്റൈൽ അത്ര. പുരുഷന്മാർ 70 ടൈപ്സിലാണ് സംസാരിക്കുക, നടക്കുക, ചിരിക്കുക, ഇതെല്ലാം. സ്ത്രീകൾ 300 സ്റ്റൈലാണത്ര. പുരുഷന്മാരെത്ര സ്റ്റൈലാണ്? 70. സ്ത്രീകൾ എത്രയാ? 300. പക്ഷേ അത് മനുഷ്യവർഗത്തിൽ മാത്രമേ ആ ഒരു പ്രത്യേകതയുള്ളൂ. മൃഗങ്ങളിൽ പക്ഷികളിലെല്ലാം പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ, സ്ത്രീകൾക്ക് സൗന്ദര്യം കുറവാണ്. സിംഹത്തിൽ ആണിനാണോ സൗന്ദര്യം കൂടുതൽ, പെണ്ണിനാണോ? ആണിന്. തല മൊത്തം അങ്ങനെ മുടി ഇങ്ങനെ ഹാങ് ഹാങ് ഒക്കെ ഇരിക്കും. മയില് ആണിനാണോ സൗന്ദര്യം കൂടുതൽ, പെണ്ണിനാണോ? ആണിന്. കോഴി ആണ്. മനുഷ്യവർഗത്തിലോ ആണിനാണോ പെണ്ണിനാണോ? പെണ്ണിനാ. എന്തായാലും ഞാൻ ആ ചർച്ചയ്ക്കില്ല, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ 300 വ്യത്യസ്തമായ രീതികളിലാണ് സ്ത്രീകളുടെ സൗന്ദര്യം. അത്രേ. ഭഗവാന് 4000 ടൈപ്പ് സ്റ്റൈലുണ്ട്. എത്ര? 4. ചുമ്മയല്ല, കോടിക്കണക്കിന് ഗോപസ്ത്രീകൾ കൃഷ്ണൻ്റെ പുറകെ പോയത്. 4000 സ്റ്റൈൽ. അത്രയും സൗന്ദര്യമാണ് ഭഗവാൻ. ശരി, ഇതിനു മുമ്പേ ഞാൻ ഏത് കാര്യമാണ് പറഞ്ഞത്? മെയിൻ കാര്യം എന്താ പറഞ്ഞത്? നല്ല കഥയായി, എല്ലാവരും മറന്നു. ഏതാ പറഞ്ഞു തുടങ്ങിയത്? ഭഗവാനെ ഉണർത്തുന്ന കാര്യം. അപ്പോൾ ഭഗവാൻ ഉറങ്ങുന്നില്ല, പിന്നെന്തിനാ ഉണർത്തുന്നത് എന്ന് വെച്ചാൽ, ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വരുമ്പോൾ ആചാര്യന്മാർ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചെമ്പുച്ചിറ ഭാഗത്ത് തൃശ്ശൂരിലുള്ളവരെല്ലാം മിക്കവാറും മദ്യപാനികളാണ്. കോഴിയും കുറുക്കനെയും പിടിച്ചെല്ലാം തിന്നും. ദൈവവിശ്വാസമില്ല. ഇങ്ങനത്തെ ജനങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ വന്ന് അല്പമെങ്കിലും അവരെ അനുഗ്രഹിച്ച് അവരുടെ സേവനം സ്വീകരിച്ച് അവരെ ആധ്യാത്മികമായി ഉയർത്തണം.
അതുകൊണ്ടാണ് സർവേശ്വരനായ ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വരുന്നത്. വിഗ്രഹരൂപത്തിൽ വരുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കണം. ഒരു യുക്തിവാദി ചോദിച്ചു, പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമെന്ന് നിങ്ങൾ പറയുന്നു, അമ്പലത്തിൽ ഒരു കള്ളൻ വന്ന് കാണിക്ക വഞ്ചി മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അതുപോലും സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവമാണോ ഈ ലോകത്തിനെ സംരക്ഷിക്കുന്നത്? യുക്തിവാദിക്ക് ഭയങ്കര ബുദ്ധിയാണ്. അമ്പലത്തിൽ ഒരു കള്ളൻ വന്ന് കാണിക്ക വഞ്ചി കൊണ്ടുപോയി, കൺമുമ്പേ ഒരു കള്ളൻ മോഷ്ടിച്ച കാണിക്ക വഞ്ചിയെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവമാണോ ഈ പ്രപഞ്ചത്തിനെ സംരക്ഷിക്കാൻ പോകുന്നത്? യുക്തിവാദിയുടെ ചോദ്യം. ദൈവത്തിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല. ഈ ഭൂമി ആരാ ഉണ്ടാക്കിയത്? ഭഗവാൻ ഉണ്ടാക്കി. പ്രപഞ്ചങ്ങൾ ആരാ ഉണ്ടാക്കിയത്? എല്ലാം ഭഗവാൻ. കള്ളൻ എന്ത് ചെയ്യും? ചെമ്പുച്ചിറയിൽ നിന്ന് മോഷ്ടിച്ച് തൃശ്ശൂരിൽ വയ്ക്കും, തൃശ്ശൂരിൽ നിന്ന് മോഷ്ടിച്ച് പാലക്കാടിൽ വയ്ക്കും, പാലക്കാടിൽ നിന്ന് മോഷ്ടിച്ച് കോയമ്പത്തൂരിൽ വയ്ക്കും. ഇത് മൊത്തം എവിടെയാണ് ഉള്ളത്? ഭഗവാന്റെ സൃഷ്ടിയുടെ പുറത്ത് ആർക്കെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഭഗവാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഈ അലമാറയിലുള്ളത് ആ അലമാറ, അത്രയേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ കൺട്രോളിലല്ലേ. അപ്പോൾ ആര് മോഷ്ടിച്ചാലും ദൈവത്തിന് ഒരു വിഷമവും ഇല്ല. പക്ഷേ വിഗ്രഹരൂപത്തിൽ വരുമ്പോൾ ആ വിഗ്രഹത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മളാണ് ക്ഷണിച്ചു വരുത്തിയത് ഭഗവാനെ വന്ന്. അല്ലെങ്കിൽ ഭഗവാന് വല്ല ആവശ്യമുണ്ടോ രാവിലെ 6 മണിക്കേ വന്ന് അതിനകത്ത് ഇങ്ങനെ നിൽക്കാൻ? ഒരാവശ്യമില്ല. ഭക്തജനങ്ങൾ സേവിക്കും, ഭക്തജനങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വിഗ്രഹത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളാണ്. അപ്പോൾ ആ വിഗ്രഹത്തിനെ ഉറക്കുകയും ഉണർത്തുകയും എല്ലാം നമ്മൾ ചെയ്യണം. അപ്പം അതിനു വേണ്ടിയാണ് അവിടെ ഈ പാട്ടൊക്കെ പാടുന്നത്. ശരി, അതിനു മുമ്പ് എന്ത് കാര്യം പറഞ്ഞു? ഭഗവാനെ ഉറക്കുന്ന കാര്യത്തിന് മുമ്പേ അത് ക്ഷേത്രങ്ങളുടെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് വേറെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു. ഭക്ഷണം കഴിക്കുന്ന കാര്യം, അതിനി സമയമായില്ല. പിന്നെ ഭഗവാന്റെ ഭക്ഷണം. ശരി. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഇതെന്തിനാന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി, ആധ്യാത്മികമായി ഉയർത്താൻ വേണ്ടി ഭഗവാൻ വിഗ്രഹരൂപത്തിൽ വന്ന് നാം ചെയ്യുന്ന സേവനങ്ങളെല്ലാം ഭഗവാൻ സ്വീകരിക്കാം. ശരി, ആ വിഷയം കടന്നു നമ്മൾ അടുത്ത വിഷയത്തിലോട്ട് വന്നു. ഏതാണ് വിഷയം? എന്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? തൊട്ടു മുന്നേ അതാണ് ഞാൻ ചോദിക്കുന്നത്. തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മത്സ്യമാംസാദികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ്. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. അപ്പോൾ സുപ്രഭാതത്തിൽ ഭഗവാനെ ഉണർത്താൻ തിരുപ്പതിയിൽ പാടുമ്പോൾ അതിലൊരു വരിയുണ്ട്. ഭഗവാനെ അങ്ങ് ഉണർന്നാൽ സൂര്യൻ തൻ്റെ കർമ്മത്തിനായി പോകും, യമധർമ്മൻ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്, അങ്ങ് അനുഗ്രഹിച്ചു വിട്ടാൽ യമനും തൻ്റെ കർമ്മത്തിൽ പോകും, ഈ ദേവഗണങ്ങളെല്ലാം അവരുടെ ജോലി ചെയ്യാൻ അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ പുരാണങ്ങളിൽ, നമ്മുടെ സ്തുതികളിൽ, നമ്മുടെ ആചാര്യന്മാരുടെ വാക്കുകളിൽ എല്ലാത്തിലും വ്യക്തമായി പറയുന്നു, ആരാധിക്കപ്പെടേണ്ട ദേവഗണങ്ങളിൽ സർവേശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മൾ കുറേ പ്രത്യേകതകൾ പറഞ്ഞു. പരമാത്മാ സ്വരൂപിയായി കൃഷ്ണൻ മാത്രമേ ഉള്ളൂ.
ബാലലീലകൾ കൃഷ്ണന് മാത്രമേ ഉള്ളൂ. ആയുധങ്ങളില്ലാത്തതും കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ദേവഗണങ്ങൾ ആരാധിക്കുന്നതും കൃഷ്ണനെയാണ് ആരാധിക്കുന്നത്. സച്ചിദാനന്ദ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാന് കീ. സൗണ്ട് പോരാ. കൃഷ്ണചന്ദ്ര ഭഗവാന് കീ. അല്ലെങ്കിൽ ഞാൻ മാത്രം സംസാരിക്കുക, എല്ലാവരും ഉറങ്ങില്ലേ? അപ്പോൾ സന്തോഷം വേണം. ഇവിടെയൊക്കെ എങ്ങനെയാണെന്നറിയില്ല. തിരുവനന്തപുരത്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് മറ്റേ പാർട്ടിക്കാർ കൂടുതലാണ്. ഇവിടെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ലോറിയിൽ നിന്ന് ലോഡ് സാധനമൊക്കെ ഇറക്കുമ്പോൾ കുറച്ച് പേര് ഇറക്കും, ബാക്കിയുള്ളൊരു ഒച്ച മാത്രമേ ഉണ്ടാവൂ. പിടിക്ക് പിടിക്കും പിടിക്ക് അങ്ങനെ പിടിക്ക് സൗണ്ട് മാത്രമേ, കുറച്ച് പേര് മാത്രമേ ജോലി ചെയ്യൂ. അപ്പോൾ എല്ലാത്തിലും ഒരു ഒച്ചയും ബഹളം വേണം. അപ്പോഴേ ഉറങ്ങുന്നവർക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാവും അല്ലേ? ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാന് കീ. അപ്പോൾ ദേവഗണങ്ങൾ വരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭഗവാനാണ് സർവേശ്വരൻ എന്നുള്ളത്. കേരളത്തിൽ തന്നെ അതിന് അത്രയ്ക്കും തെളിവുകളുണ്ട്. രുക്മിണീഹരണം മാത്രം നിരന്തരം ഭാഗവതത്തിൽ വായിക്കുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് കേരളത്തിൽ. ഏതാണ് അറിയാമോ? ദിവസവും അവിടെ, ഒരിക്കൽ പൂന്താനം വായിച്ചതാ, പിന്നെ ദിവസവും അവിടെ രുക്മിണീഹരണം മാത്രം ആ ശിവക്ഷേത്രത്തിൽ വായിക്കും. ഏതാ? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. എത്ര പേര് പോയിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവർ പോയില്ല. പോണം, കാണണം. അവിടെ ദിവസവും ഒരിക്കൽ പൂന്താനം അവിടെ വന്നിട്ട് ഭാഗവതം വായിച്ചു. വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗവതം മുഴുവനും വായിക്കുക എന്ന് പറയുന്നത്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എത്ര പേരാ ഭാഗവതം മുഴുവനും വായിച്ചിട്ടുള്ളവർ? ഒരു പ്രാവശ്യമെങ്കിലും? ഒരാളില്ലേ? 1, 2, 3 പേര് മാത്രമേ ഉള്ളൂ. ഇതേ ചോദ്യം ഞാൻ കഴിഞ്ഞ സത്സംഗത്തിൽ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ദിവസം മാതൃഭൂമി വായിക്കാൻ പോലും സമയമില്ല, പിന്നെയാണ് ഭാഗവതം. ഇത് രണ്ടും ഒരു തലത്തിലുള്ളതാണോ? അല്ല. ഒരു ആചാര്യൻ, പരമാചാര്യൻ പറഞ്ഞു, ഗംഗാതീരത്ത് വെള്ളപ്പൊക്കം വന്ന് നിന്റെ കുടുംബം മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയാൽ നിന്റെ സമ്പത്തിനെ സംരക്ഷിക്കാൻ പറ്റിയില്ല, നിന്റെ പത്നിയെ സംരക്ഷിക്കാൻ പറ്റിയില്ല, വീട്ടിലുള്ള കന്നുകാലികളെ സംരക്ഷിക്കാൻ പറ്റിയില്ല, എന്തിനെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, നീ ഭാഗവത പുസ്തകത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയാൽ മതി, ഈ ഭൗതിക സമുദ്രം തന്നെ നീ കടന്നു കിട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ എന്ത് വായിച്ചിരിക്കണം? ഭാഗവതം വായിച്ചിരിക്കണം. മഹാഭാഗ്യമാണ്. അപ്പോൾ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പൂന്താനം ചെന്നിട്ട് ഭാഗവതം വായിക്കും. ഒരു ദിവസം രുക്മിണീഹരണം വായിച്ചിട്ട് മയിൽപീലിയും വെച്ച് പുസ്തകം അടച്ചു വെച്ചിട്ട് പോയി. അടുത്ത ദിവസം വന്ന് അവിടെ നിർത്തിയ സ്ഥലത്തിരുന്ന് വായിക്കാൻ നോക്കി പുസ്തകം തുറന്നപ്പോൾ എന്താണ്? മയിൽപീലി വീണ്ടും രുക്മിണീഹരണത്തിൻ്റെ ആദ്യത്തെ പേജിലിരിക്കുന്നു. അതെന്താ, ഇന്നലെ വായിച്ചതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരിക്കൽ കൂടെ വായിച്ചു, വീണ്ടും അടച്ചു വെച്ചിട്ട് പോയി. വീണ്ടും അടുത്ത ദിവസം നോക്കിയപ്പോൾ മയിൽപീലി എവിടെ ഇരിക്കുന്നു? ഫ്രണ്ടിലിരിക്കുന്നു. ഇതെന്താ ഇത്? ഞാൻ എത്ര വായിച്ചാലും. ഇദ്ദേഹവും വീണ്ടും വീണ്ടും രുക്മിണീഹരണം വായിക്കുക. പൂന്താനം വിചാരിച്ചു, ആർക്കോ ഇത് കേൾക്കാൻ ഇഷ്ടമാണ്, അതാണ് അവർ മാറ്റി മാറ്റി വെക്കുന്നത്. എത്ര ദിവസം വായിച്ചിട്ടും ശരി, ഇത് നമ്മൾ കുട്ടികൾ സ്കൂളിൽ പഠിച്ച കാലത്തിൽ പഠിച്ച പോലെ എപ്പോൾ ബുക്ക് തുറന്ന് വായിച്ചാലും പുതിയതുപോലെ ഇരിക്കും. എനിക്ക് കെമിസ്ട്രി പ്രത്യേകിച്ച് അങ്ങനെയാണ്. എത്ര തവണ വായിച്ച് വീണ്ടും വായിച്ചാലും പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ ഈ മയിൽപീലി ആരോ എടുത്ത് മുന്നേ മാറ്റി മാറ്റി വെച്ചിരുന്നു. അദ്ദേഹവും മടിയില്ലാതെ പൂന്താനം രുക്മിണീഹരണം ദിവസവും വായിക്കും. നല്ല രസമാണ് രുക്മിണീഹരണം. അത് കഴിഞ്ഞ് ഒരു ദിവസം വായനയും കഴിഞ്ഞ് എല്ലാം വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോഴാ ഉത്തരീയം അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ മറന്നു വെച്ചിട്ടു. പെട്ടെന്ന് ഓർത്തു. അംഗവസ്ത്രം, ഉത്തരീയം ഇതെല്ലാം അവിടെ അമ്പലത്തിലുണ്ട്. എടുക്കാനായിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുമ്പോൾ അകത്തിരുന്ന് ആരോ ഗർജിക്കുന്ന ശബ്ദം, ഭയാനകമായ ശബ്ദം, അട്ടഹാസം, ഗർജിക്കും, വല്ലാത്ത ശബ്ദം, ചിരിക്കുക, വീട് പൊട്ടിപ്പോകുന്നത് പോലെയുള്ള ചിരിയും നിലവിളിയൊക്കെ. പൂന്താനം അങ്ങോട്ട് പേടിച്ചു. ഇതെന്താ ഇത് സംഭവിക്കുന്നത്? വീണ്ടും വീണ്ടും അടുത്തടുത്ത് വരുമ്പോൾ ഈ ശബ്ദം കൂടിക്കൊണ്ടേയിരിക്കുക.
ക്ഷേത്രത്തിൽ വന്ന് പതുക്കെ അദ്ദേഹം അകത്തെന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയപ്പോൾ പീഠത്തിൽ മഹാദേവൻ ഇരുന്ന് രുക്മിണീഹരണം വായിക്കുന്നു. പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ഭൂതഗണങ്ങൾ, പിന്നെ ഭൂതങ്ങൾക്ക് ചിരിക്കാൻ അറിഞ്ഞൂടോ, അങ്ങനെയൊക്കെ ചിരിക്കാം, പേടിച്ചു പോകുന്ന പോലെ നിലവിളിയും ചിരിയും. മഹാദേവൻ എന്താ വായിക്കുന്നത്? രുക്മിണീഹരണം. ശിശുപാലൻ്റെയും ദണ്ഡവക്രൻ്റെയും രുക്മിയുടെയൊക്കെ മുമ്പേ ഇരുന്ന്, രാജാക്കന്മാരുടെ മുമ്പേ ഇരുന്ന് ഭഗവാൻ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയി. ഈ ഭൂതഗണങ്ങൾ ചിരി, ഭയങ്കര ചിരി. പൂന്താനം വരെ പേടിച്ചു. വായിച്ചു കഴിഞ്ഞിട്ട് മഹാദേവൻ പാർവതി എടുത്ത് ചോദിച്ചു, ദേവി എങ്ങനെ ഉണ്ടായിരുന്നു വായന? പാർവതി ദേവി പറഞ്ഞു, അതിഗംഭീരം. പക്ഷേ ദ ബ്രാഹ്മണ വാസ് ദ ബെസ്റ്റ്. ബ്രാഹ്മണൻ്റെ അത്രയായില്ല. ആരുടെ അത്രയും? പൂന്താനത്തിൻ്റെ അത്രയായില്ല എന്ന് പാർവതി മഹാദേവൻ്റെ അടുത്ത് പറയാം. അത് കേട്ടിട്ട് പൂന്താനത്തിന് രോമാഞ്ചമുണ്ടായി, കണ്ണുകൾ നിറഞ്ഞു. ഇന്നും കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിത്യമായി എന്ത് വായിക്കുന്നു? മഹാദേവന് പോലും അത്രയ്ക്കും ഇഷ്ടമാണ്. അത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഇന്നും കേരളത്തിൽ തന്നെ എത്രയോ ക്ഷേത്രങ്ങളിൽ ഭഗവാന് മൂലസ്ഥാനം, പ്രാധാന്യം കൽപ്പിച്ചത്. അതേപോലെ ഉജ്ജയിൻ മഹാകാലേശ്വർ, ഉജ്ജയിനിൽ ചെന്ന് കഴിഞ്ഞാൽ ഭൂമിയിലെ വെച്ച് ഒരേ ഒരു ക്ഷേത്രം, അവിടെ നന്ദി എണീറ്റ് നിൽക്കുകയാണ്. പല ശിവക്ഷേത്രങ്ങളും നിങ്ങൾ പോയിട്ടുണ്ടാകും. എല്ലാ ശിവക്ഷേത്രത്തിലും നന്ദി എന്ത് ചെയ്യും? അവിടെ കിടക്കും, കയ്യും കാലൊക്കെ നീട്ടി. ആൾക്കാർ പോയി കാതിൽ എന്തൊക്കെയൊക്കെ പറയും. അപ്പോൾ നന്ദികേശൻ അവിടെ കിടക്കും, എണീറ്റ് നിൽക്കത്തില്ല. ഉജ്ജയിൻ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ മാത്രമാണ് നന്ദി എണീറ്റ് നിൽക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ ഗുരുകുലം പഠിക്കാൻ ഉജ്ജയിനിൽ പോയി. സാന്ദീപനി മഹർഷിയുടെ ആശ്രമമായിരുന്നു എവിടെ? ഉജ്ജയിൻ. കൃഷ്ണ ഭഗവാൻ സ്കൂളിലേക്ക് പോയി പഠിക്കാനായിട്ട്. എപ്പോൾ? 10ാമത്തെ വയസ്സിൽ കംസനെ കൊന്നതിന് ശേഷമാണ് സ്കൂളിൽ പോയത്. മൊത്തം കൃഷ്ണ ഭഗവാൻ സ്കൂളിൽ പോയത് 64 ദിവസം. ഇതറിയാതെ ഞാൻ 10-12 വർഷം സ്കൂളിൽ കയറി ഇറങ്ങി, ലൈഫെല്ലാം വേസ്റ്റ് ചെയ്തു. കൃഷ്ണ ഭഗവാൻ മൊത്തം എത്ര ദിവസമാണ് സ്കൂളിൽ പോയത്? വെറും 64 ദിവസം. 12 കൊല്ലം പോയവർ എത്ര പേരുണ്ട്? പിന്നെ 12 വർഷം 13-14 പഠിച്ചവരും കാണും. കൃഷ്ണ ഭഗവാൻ മൊത്തം 64 ദിവസം. 64 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര വിദ്യയും ഭഗവാൻ കരസ്ഥമാക്കി, എല്ലാം പഠിച്ചു. ഭക്തിരസാമൃത സിന്ധു എന്ന പുസ്തകത്തിൽ 64 കലകളുമുണ്ട്. എന്തൊക്കെയാണ് ഭഗവാൻ ഒറ്റ ദിവസം കൊണ്ടെല്ലാം പഠിച്ചു. നമ്മളും വെറുതെ 12 കൊല്ലം സ്കൂളിൽ പോയി പഠിച്ചതിൽ 3/4 ജീവിതത്തിൽ ഉപയോഗമില്ല. നിങ്ങളിൽ എത്ര പേരാണ് A+B² പഠിച്ചിട്ടുള്ളത്? എത്ര പേര് പഠിച്ചു? ശരി. എത്ര പേര് ലൈഫിൽ അത് ഉപയോഗിച്ചു? A+B² ഉപയോഗിച്ചില്ല. നാളെ വല്ല ഉപയോഗിക്കുമോ? ഉപയോഗമേ. സൈൻ തീറ്റ, കോസ് തീറ്റ, കാലി തീറ്റ, ഇതെല്ലാം നമ്മളിരുന്ന് പഠിച്ചു. ഏതെങ്കിലും ഉപയോഗിച്ച? 2ാം ലോകയുദ്ധം, പാണിപ്പട്ട്, അത് ചിലപ്പോൾ വീട്ടിൽ ഉപയോഗപ്പെടും. ബാക്കി ഒന്നും 90% ഉപയോഗമില്ല. പക്ഷേ കുടുംബത്തിൽ എങ്ങനെ സന്തോഷമായിരിക്കണം, എത്ര വേദന വന്നാലും ചിരിച്ച മുഖത്തോടെ അതിനെ എങ്ങനെ മറികടക്കണം, ഇതൊക്കെ ലൈഫിൽ എത്ര ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത് ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. ഭഗവാൻ വെറും 64 ദിവസമാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ. ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉപയോഗപ്പെടുന്ന വിദ്യാഭ്യാസമാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ പകുതി നമുക്ക് ഉപയോഗമേ ഇല്ലാത്തതാണ്. എന്ത് പഠിച്ചു? ഞാൻ എൻജിനീയറിങ്. ജോലി എന്താണ്? അടുക്കളയിൽ പാചകം. എന്ത് ബന്ധം ഇല്ലേ? അതായത് ജീവിത പാഠമൊന്നും ഇന്നത്തെ ഇതിലില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വിനയമുണ്ടാകണം എന്നാണ്. അതാണ് യഥാർത്ഥ വിദ്യ. പക്ഷെ ഇന്ന് ഭൗതിക ലോകത്തിൽ പഠിക്കുന്നവർ ഡോക്ടറേറ്റ് അങ്ങനെ എങ്ങനെയൊക്കെ പോയാൽ അവരിൽ വിനയമുണ്ടാകുമോ അഹങ്കാരം ഉണ്ടാകുമോ? അഹങ്കാരം. ഗുരുകുല വിദ്യാഭ്യാസം വളരെ നല്ലതാണ്. അതിനൊരു ഉദാഹരണം പറയാം. 2 തവളകളുടെ കഥ. ഇതൊക്കെയാണ് ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത്. 2 തവളകളുടെ കഥ. ഈ 2 തവളയെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇതെല്ലാം വീട്ടിനകത്ത് കയറി അടുക്കളയിൽ ഒരു തൈരിൻ്റെ കലം, ഫുൾ തൈര്, ആ കലത്തിൻ്റെ ചാടിയിരുന്നു. ഈ കലം ഇങ്ങോട്ടാടി അങ്ങോട്ടാടി 2 തവളയും കലത്തിനകത്ത് വീണു പോയി. വെളിയിൽ വരാൻ പറ്റുന്നില്ല.
ഒരു തവളയുടെ പേര് ഓപ്റ്റിമിസ്റ്റിക്, ഇനിയൊരു തവളയുടെ പേര് പെസിമിസ്റ്റിക്. ഇത് മലയാളത്തിൽ എങ്ങനെ പറയും? ശുഭാപ്തി വിശ്വാസം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ്. മലയാളം ടീച്ചർമാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുമില്ല. ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ്. ഈ ചിലരുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാൽ ഓ എന്നെ കൊണ്ടൊന്നും വയ്യ, ജപം അടുത്ത മാസം തൊട്ട് തുടങ്ങാം, പഠിത്തം നാളെ ആവട്ടെ, ഇങ്ങനത്തെ ചില കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ആരുമില്ല. അപ്പോൾ ഈ രണ്ട് തവള, ഒന്ന് ശുഭാപ്തി വിശ്വാസമുള്ള തവളയും ഒന്ന് ഇല്ലാത്ത തവള, ഇത് രണ്ടും കൂടെ തൈരിൻ്റെ കലത്തിനകത്ത് വേണം. അപ്പോൾ ശുഭാപ്തി വിശ്വാസമുള്ള തവള പറയാ, നീ വിഷമിക്കേണ്ട, പേടിക്കേണ്ട, നമുക്ക് കുറച്ചു നേരം ശ്രമിക്കാം, ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കും, നീ വിടണ്ട, അതിനകത്ത് തന്നെ അടിച്ചുകൊണ്ടിരുന്നാൽ മതി. ഉടനെ മറ്റേ തവള പറയാ, ഓ ഈ തൈരി വീണ് ചാവണമെന്നാണ് എൻ്റെ ഗതി, വെളിയിലിരുന്നാലേ ആരും സഹായിക്കാനില്ല, ഇപ്പം ആര് വന്ന് രക്ഷിക്കാനാ. ഉടനെ മറ്റേ തവള, വിടല്ലേ വിടല്ലേ, നീ പരിശ്രമിക്കും, നിനക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷിക്കും, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ തവളയാണെങ്കിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുറേ നേരം ആ തൈരിലിട്ട് ആ ശുഭാപ്തി വിശ്വാസമുള്ള തവള അടിച്ച് വന്നപ്പോൾ എന്തായി? പതുക്കെ തൈരിൽ വെണ്ണ എന്താ പറയുക, പന്ത് പോലെ അങ്ങ് ഉരുണ്ട് വന്നു. ഇത് അതിൻ്റെ പുറത്ത് ചാടി, കലത്തിൽ നിന്ന് പുറത്ത് ചാടി. മറ്റേ തവളയോ മുങ്ങി ചത്തുപോയി. ഈ ഒരു വിദ്യ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗമുണ്ടോ ഇല്ലേ? ഇതാണ് ഗീതയും ഭാഗവതവും. ദിവസവും നമ്മുടെ ലൈഫിൽ ആവശ്യമായ കാര്യങ്ങളാണ്. അങ്ങനെ ഭഗവാൻ 64 ദിവസം ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പോയി. ആ ഗുരുകുലം സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലമായിരുന്നു. സാന്ദീപനി മഹർഷി മഹാശിവഭക്തനായിരുന്നു. അപ്പോൾ ഭഗവാനെ പഠിപ്പിക്കാൻ വന്ന സമയത്ത് സാന്ദീപനി മഹർഷി നിലത്തിരിക്കുന്നു. കൃഷ്ണനും ബലരാമനും കുചേലനും, ഇവർ ഗുരുകുലത്തിൽ 3 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണനും ബലരാമനും കുചേലനും, ഇവർ 3 പേരും ഇങ്ങനെ തൊഴുത കൈയിൽ നിൽക്കുന്നു. മഹാദേവൻ അവിടെ പ്രത്യക്ഷമായി. മഹാദേവന് കൺഫ്യൂഷൻ, ഇരിക്കണോ നിൽക്കണോ, ആശങ്കയാണ്, സംശയക്കുഴപ്പം. കാരണം തൻ്റെ ഭക്തനായ സാന്ദീപനി മഹർഷി അവിടെ ഇരിക്കുന്നു, ഭഗവാൻ നിൽക്കണം. അപ്പം ഞാൻ ഇരിക്കണോ നിൽക്കണോ എന്ന് ഒരു സംശയമായി മഹാദേവൻ. ഇങ്ങനെ മഹാദേവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ നേരത്തിൽ എന്തായി? നന്ദി അങ്ങ് കിടന്നു. ഭഗവാൻ പറഞ്ഞു മഹാദേവൻ പറഞ്ഞു, ഞാനേ നിൽക്കാൻ, നീ കിടന്ന് എണീറ്റ് നിൽക്കും. അപ്പോൾ മുഴുവൻ ഭാരതത്തിലും ഉജ്ജയിൻ മഹാകാളേശ്വർ ക്ഷേത്രത്തിൽ മാത്രമാണ് നന്ദി എന്ത് ചെയ്യുന്നത്? എണീറ്റ് നിൽക്കുന്നത്. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് തെളിയിക്കാൻ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഗോവിന്ദ